64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ഈ ഒരു വേദിയിൽ നമ്മൾ നാരങ്ങവെള്ളം കണ്ടു, ചുക്കുവെള്ളം കണ്ടു. എന്നാൽ ഇവിടെ ജില്ലാ PTA നടത്തുന്നത് നാരങ്ങവെള്ളമല്ല, ചുക്കുവെള്ളമല്ല, പകരം ഇവരുടെ കയ്യിൽ ഓറഞ്ച് ആണുള്ളത് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എൻ്റെ കൂടെയുണ്ട്. സാർ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞുതരും. കേരളത്തിൽ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ PTA രൂപീകൃതമായിട്ടുള്ളത്. ആ PTA ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ രക്ഷാകർത്താക്കൾക്കും ഓറഞ്ച് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ഈ PTA രൂപീകൃതമായതിനു ശേഷം വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ പ്രശ്നങ്ങൾ, അധ്യാപകരുടെ പ്രശ്നങ്ങൾ, വിദ്യാലയത്തിലെ പ്രശ്നങ്ങൾ എല്ലാം വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ജില്ലാതലത്തിലും ഉപജില്ലാതലത്തിലും കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിനാവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ മുഹൂർത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അവിടെ സംസ്ഥാന കലോത്സവം വരുമ്പോൾ ഇവിടെ വരുന്ന ആളുകളെ മുഴുവനും സ്വീകരിക്കാൻ തൃശ്ശൂർ ജില്ലാ PTA കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വേദികളിലും ജില്ലാ PTAയുടെ എല്ലാ ഭാരവാഹികളും ചേർന്ന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പ്രധാന വേദികളിലെല്ലാം തന്നെ ഓറഞ്ച് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ ക്ഷീണം മാറ്റാൻ ആവശ്യമായ എല്ലാ ഇടപെടലുമാണ് ഇപ്പോൾ PTA നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിച്ച മുഴുവൻ ആളുകൾക്കും വേണ്ട എല്ലാ സഹായവും ഈ കലോത്സവം കഴിഞ്ഞ് പോകുന്ന സമയം വരെ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ എത്ര ഓറഞ്ച് കൊടുക്കുന്നുണ്ട് ഒരു ദിവസം? ഒരു ദിവസം ഞങ്ങൾ ഒരു 5000-ഓളം ഓറഞ്ച് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ വേദികളും 5 ദിവസം ഉണ്ടാവും. 5 ദിവസം കഴിയാവുന്ന പോലെയൊക്കെ നാരങ്ങ, അതുപോലെ തന്നെ നെല്ലിക്ക ഉൾപ്പെടെ എല്ലാം കഴിയാവുന്ന ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ എല്ലാ ദിവസങ്ങളും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു വെയിലിൽ കലോത്സവം കാണാൻ എത്തുന്ന കുട്ടികൾക്കായാലും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കായാലും ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടി നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. TCVയിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം സൂര്യപ്രകാശ്.